UDFിന്റെ റോഡ് ഷോ നടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഗംഭീരമായി മുന്നേറുകയാണ്. ജനങ്ങളുടെയൊക്കെ ഇഷ്ടവും സ്നേഹാദരങ്ങളും ഒക്കെ പിടിച്ചു വാങ്ങി മുന്നോട്ട് പോകുന്നുവെന്നാണ് UDF നേതൃത്വത്തിന്റെ പ്രതീക്ഷ. അണികളും വലിയ ആവേശത്തിലാണ്. ഷഫി പറമ്പിലും ചേർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ കുറച്ചു സമയം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഇതേപോലെ പ്രചാരണ ഘോഷയാത്രയിലൊക്കെ പങ്കെടുത്തിരുന്നു. വലിയ കാരണം ഇനി സമയമില്ല. നാളെ 5 മണിക്ക് കൊട്ടിക്കലാശത്തോടുകൂടി അവസാനിപ്പിക്കേണ്ടതാണ് ഇതേപോലെയുള്ള ബഹളമയമായ അല്ലെങ്കിൽ ഘോഷയാത്ര പോലെയൊക്കെയുള്ള പ്രചാരണ പരിപാടികളൊക്കെ. അതുകൊണ്ട് അവസാന മണിക്കൂറുകൾ എത്രയും വേഗം ആ പ്രചാരണത്തിനൊരു അവസാന ലാപ്പ് അത് വളരെ സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അല്ലെങ്കിൽ ഒരാഴ്ച അധികം സമയം കിട്ടിയിരുന്നു. അതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി ഒരു വോട്ടറെ തന്നെ ഒരു 4-5 തവണയെങ്കിലും കാണുന്ന സ്ഥിതിയിലേക്ക് ഒരു പക്ഷേ പാലക്കാട്ടെ സ്ഥാനാർത്ഥികളൊക്കെ പോയിട്ടുണ്ട്. കാരണം അത്രയും സമയം കിട്ടിയതാണ്. വീടുകളിലൊക്കെ പലവട്ടം കയറി ഇറങ്ങി, പലവട്ടം കുടുംബയോഗങ്ങൾ, അങ്ങനെ പലവിധ രീതിയിൽ 3 സ്ഥാനാർത്ഥികളും രാഹുൽ മാങ്കൂട്ടത്തിലും ഡോക്ടർ പി സരിനും സി കൃഷ്ണകുമാറും ഒക്കെ 3 പേരും ജയപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തങ്ങളുടെ ഓരോ നിലവിലുള്ള വോട്ടുകൾ ഉറപ്പിക്കുക, പുതിയ വോട്ടുകൾ തങ്ങളിലേക്ക് ആകർഷിക്കുക, അങ്ങനെ വളരെ ശ്രമകരമായ വെല്ലുവിളി നിറഞ്ഞ പ്രചാരണ പരിപാടികളുമായിട്ട് തന്നെയാണ് നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ മുന്നോട്ട് പോയത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് എപ്പോഴും ഷഫി പറമ്പിലൊക്കെ ഒരു സഹായമായി അല്ലെങ്കിൽ എപ്പോഴും അതിനൊരു പിന്തുണ നൽകി കൂടെ ഉള്ളതാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിക്കുക എന്നത് ഒരുപക്ഷെ ഷഫി പറമ്പിലിൻ്റെ വ്യക്തിപരമായ ഒരു ആവശ്യം കൂടിയായി മാറുന്നുണ്ട്. കാരണം പാലക്കാടിനെ ഉപേക്ഷിച്ചാണ് അദ്ദേഹം വടകരയിലേക്ക് പോയത്. അപ്പോൾ പാലക്കാട് UDFിൻ്റെ കയ്യിൽ നിന്ന് പോയാൽ അത് വലിയ ക്ഷതം ഷാഫിക്ക് ഏൽക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ അത് കയ്യിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള തീവ്ര ശ്രമങ്ങളാണ് ഷഫി പറമ്പിലും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുമൊക്കെ. അതിനിടയിലാണ് കോൺഗ്രസിൽ ചെറിയ പടലപ്പിണക്കങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായെങ്കിൽ ഇപ്പോൾ എല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുവെന്നാണ് VK ശ്രീകണ്ഠൻ MP അടക്കമുള്ളവരൊക്കെ പറഞ്ഞത്. സ്റ്റെഫിൻ, ഇത് ഏത് വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്? എങ്ങനെയാണ് കോൺഗ്രസ് അതിൻ്റെ അവസാന ലാപ്പിൽ സകല ഊർജവും പുറത്തെടുക്കുകയാണോ? ദിവിഷ, ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമാണ്. നമുക്ക് കാണാൻ കഴിയും ആളുകളൊക്കെ ഇങ്ങനെ നടന്ന് ഈ റോഡ് ഷോയിൽ, ഒപ്പം വാഹനങ്ങൾ ഇങ്ങനെ റോഡ് മുഴുവൻ നിറഞ്ഞ ആളുകളുണ്ട്. ഒരുപാട് പേരുണ്ട്. ഏതാണ്ട് 500-ഓളം പേര് ഈ വാഹനത്തിൽ തന്നെ ഈ റോഡ് ഷോയെ അനുഗമിക്കുന്നുണ്ട്. ഇവിടെ നിന്നും യാക്കരയിൽ നിന്നാണ്, പാലക്കാട് യാക്കരയിൽ നിന്നാണ് ഈ റോഡ് ഷോ ആരംഭിച്ചത്. അത് അവസാനിക്കുക ഈ ഒരു 14 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ 14 കിലോമീറ്ററിലും ഒരു വലിയ ആവേശം നിറച്ചുകൊണ്ടൊരു യാത്ര, അതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുണ്ട്. ഇന്നലെ സന്ദീപ് വാര്യരുടെ വരവോടുകൂടി അതൊന്നും കൂടിയിട്ടുണ്ട്. കാരണം ഈ BJP ഒരു ഭാഗത്തു നിന്നുള്ള വോട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള വോട്ടുകൾ കൂടിയൊക്കെ കോൺഗ്രസിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ വലിയ ഒരു ആവേശമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലുള്ളത്. നമ്മൾ ഈ നിൽക്കുമ്പോൾ ഈ പ്രചാരണത്തിന് അവിടെ ഇത് തുടങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് പേരെ കണ്ടു. ഈ ചേട്ടനെ കണ്ടു. ഇദ്ദേഹം ഇവിടുത്തെ ഈ തിരുവനന്തപുരത്ത് നിന്ന് വന്നാണ്. തിരുവനന്തപുരത്ത് നിന്ന് രാഹുലിൻ്റെ ഈ പ്രചാരണത്തിന് വേണ്ടി എത്തിയതാണ് അദ്ദേഹം. അങ്ങനെ ഒരുപാട് പേർ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യഘട്ടത്തിൽ സംഘടനയ്ക്കകത്ത് നിന്ന് ചില പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും, ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഗാലറി അനുകൂലമാണ് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. അത് നമുക്ക് ഈ റോഡ് ഷോയിലും കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയതിന് പിന്നാലെ നടത്തിയ റോഡ് ഷോ. ശരി, എന്തായാലും കോൺഗ്രസിന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം ഷഫി പറമ്പിലൊക്കെ ഉണ്ട്. ആവേശകരമായി തന്നെ എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ അവസാന ലാപ്പിൽ ഇങ്ങനെ പരമാവധി സകല ഊർജവും എടുത്ത് തളരാതെ ഓടുകയാണ്.